ഹലോ ഗൈസ്, എല്ലാവർക്കും അക്ക വേൾഡ് ഓഫ് IMJയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസമായിട്ട് ക്ലീൻ ചെയ്യാതെ നമ്മുടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ ഒറ്റിച്ച് മീനിനെ പിടിച്ചെടുത്തേ ഈ കാണുന്ന പുതിയൊരു ഫിഷ് ടാങ്കിൽ ഇടാൻ പോവാണ്. അപ്പോൾ നമ്മളത് കഴിച്ച് കല്ലുപ്പും ബ്ലൂ ലിക്വിഡൊക്കെ അയച്ചൊന്ന് വാട്ടർ സെറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം ഈ കാണുന്ന ലുക്കൊന്നും നിങ്ങൾ നോക്കണ്ട. നമ്മളതിലത്തെ മീനിനൊക്കെ പിടിച്ച് ഇതിലിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ആകെ കലങ്ങിയൊരു പരിവാവും. അപ്പോൾ ഏതൊക്കെ മീനിനായാലും പിടിച്ച് നമ്മൾ അവസാനം വീഡിയോ കാണിക്കുന്നതാണ്. നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ടാങ്ക് കാണിക്കാം. ഇതാണ് അപ്പോൾ ടാങ്ക്. അപ്പോൾ നമുക്ക് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പതുക്കെ കോരി കളയാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പിടിക്കാൻ പറ്റുന്ന ചെറുതൊക്കെ മീനുകളൊക്കെ നമ്മൾ മുമ്പേ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അവസാനം കാണിക്കാം. അതിനൊക്കെ നമ്മൾ ആ പുതിയ ഫ്രിഡ്ജ് ബോക്സിലിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിലത്തെ വെള്ളം പതുക്കെ കോരി കളയാം. ഇതങ്ങനെ നമ്മളൊരു 3/4 ഭാഗത്തോളം വെള്ളം അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മീൻ എടുക്കുന്നുണ്ട്, അതിനെ പിടിക്കണം. ഇതേ അങ്ങനെ നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. ഇതേ ഒരു തവള കൂട്ടാൻ. അപ്പോൾ ഇത് എങ്ങനെ കയറിയെന്നറിയില്ല. അപ്പോൾ ഇതിലുള്ള അതിൽ കുറച്ച് ഗപ്പിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ മനസ്സിലായി അങ്ങനെ കൗണ്ട് പറഞ്ഞത് നമ്മുടെ തവളാശന് അടിച്ച് കയറ്റിയതാണ്. അങ്ങനെ തവളയെ നോക്കിയാൽ നമ്മളത് ഇവിടെ വേറൊരു മീനുണ്ട്. അപ്പോൾ അതിനെ പിടിക്കാം. നമുക്കതിനെ കൈ കൊണ്ട് പിടിക്കാൻ കിട്ടുമെന്ന് നോക്കാം. നമുക്ക് നോക്കാം കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമെന്ന്. അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. കൊമ്പൊക്കെ ഊതുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിൽ നിന്ന് പിടിച്ചതാണ്. നമുക്ക് ആ ഇടുമ്പോൾ കാണാം ഏതൊക്കെ മീനിനെ പിടിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ ആദ്യം നമുക്ക് ഇത് കളയാം. അരിപ്പേരൊന്ന് കയറ്റട്ടെ ആദ്യം. ഇതങ്ങനെ നമ്മൾ താവളക്കൂടിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി വേണേൽ തുറന്നു വിടാം. കുറച്ചത് അകലം കൊണ്ടുപോയി വിടാം. അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ചാടും. ആളത് ചാടിയുണ്ട്. പോവാത്തത് നമുക്ക് വെടി വെച്ചൊന്നും തോണ്ടിയതാണ്. ആളുടെ പാട്ടിന് പോയിട്ടുണ്ട്. നമുക്ക് ഇനി നേരത്തെ നമ്മളതിൽ പിടിച്ച ഗപ്പിയാണ്. ആദ്യം തന്നെ വെള്ളം മാറ്റുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ കുറേ പിടിച്ച് മാറ്റിയതാണ്. ഇതിപ്പോൾ നമ്മൾ അതിൽ തന്നെ പിടിച്ച കുറച്ച് ഗോൾഡ് ഫിഷും കാർപ്പാണ് കോഴിക്കാപ്പിൻ്റെ കുട്ടികൾ. അപ്പോൾ ഇതിൽ കാണാൻ കോഴിപ്പാപ്പ 3 അപ്പോൾ ഇതിലുള്ള കുറച്ചെണ്ണത്തിന് നമ്മളവിടെ കിണറ്റിലുകൊണ്ടിരിക്കണേ. കുറച്ച് കാർപ്പിനെയും ഷാർക്കിനെയൊക്കെ കിണറ്റിലുകൊണ്ടിരുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ കാണാം. നമ്മളിത് ഇതിനങ്ങനെ തുറന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എത്ര ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ഞാൻ ഒന്ന് എടുത്തതാണ് എന്നൊക്കെ പറയാം. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിതിൽ കുറച്ച് ആശാനും കൂടി ഇടാറുണ്ട്. അവരും കൂടി ഇട്ടിട്ട് മുമ്പ് പറഞ്ഞ 2 മാസം കഴിയുമ്പോഴേക്കും വെള്ളം ഒരു പരിവാവും. നമുക്കതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഇരിക്കുക. ഇതാണ് നമ്മൾ അതിൽ നിന്ന് പിടിച്ച ഷാർക്ക് കൂട്ടന്മാർ. 2 വലിയ ഷാർക്കുണ്ട്. വലുത് അത്ര വലുതല്ല, നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ആ കുട്ടികളിൽ വെച്ച് 2 വലിയ ഷാർക്ക്. അത് ഞാൻ ആദ്യം 2 വാങ്ങിയിട്ടുണ്ടാകുന്നതാണ്. ബാക്കിയൊക്കെ കുട്ടികളെ വാങ്ങിയതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് കുട്ടികളെയാണ് നമ്മൾ ആ കിണറ്റിൽ കൊണ്ടിടണത്. അപ്പോൾ അത് സർവേ ചെയ്തോ ഇല്ല എന്നൊക്കെ നമുക്ക് പിന്നെ അറിയാം. നമ്മളിത് ഇതിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഇറക്കി വിട്ടാൽ മാത്രം പോരാ, കുറേ പൊന്മാൻ, തവള ഇങ്ങനെയുള്ള ശല്യമുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് മൂടി വെച്ച് ഒന്ന് സെറ്റാക്കണം. നെറ്റൊക്കെ ഇട്ടിട്ട് നമുക്കത് സെറ്റാക്കാം. നമ്മുടെ ഗോൾഡ് ഫിഷൊക്കെ ഒരു സൈഡിൽ കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇറക്കി കിട്ടുമല്ലോ, അപ്പോൾ പേടിയുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റ് കഴിക്കോളും.
ഇതങ്ങനെ നമ്മൾ നെറ്റ് വെച്ച മുടിയുണ്ട്. നെറ്റ് മാത്രം പോരാ, അതെ നമ്മൾ ഓടും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നെറ്റിലൊക്കെ കുറച്ച് ഓട്ടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ തവള ചാടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിലത്തെ വെള്ളം കളയാനുള്ള നമുക്ക് വേറെ പരിപാടിയുണ്ട്. അത് നമുക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ശരി ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഫ്രിഡ്ജിൽ കുറച്ച് മീനിനെ വാങ്ങിയിടുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം.